ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. 5-6 മാസത്തെ ബ്രേക്കിന് ശേഷം ഞാൻ വീണ്ടും വീഡിയോ ചെയ്യുകയാണ്. ഒന്നുമല്ല, നാട്ടിലേക്ക് പോയായിരുന്നു. പിന്നെ അതിന് മുന്നേ ഞാൻ ജോലിയൊക്കെ ഒന്ന് ചേഞ്ചായി. അപ്പോൾ അതിൻ്റെ കുറേ തിരക്കിലൊക്കെ വിട്ടങ്ങ് പോയി. സോറി, എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും, കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട്. പിന്നെ എൻ്റെ വീഡിയോ ക്ലിപ്സുകളും കുറച്ചൊക്കെ വെർട്ടിക്കലും ഹൊറിസോണ്ടലുമാണ്, അതുകൊണ്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, സോറി. ഞാനും എൻ്റെ ചേച്ചിയുടെ മോളും കൂടെ ഇവിടെ കുന്നും മലയും മരവും ഒക്കെ കയറി കുരുത്തക്കേടൊക്കെ കാണിച്ച് അലഞ്ഞിട്ട് നടക്കുന്നു. 2 വീക്സ് പ്ലാൻ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നാട്ടിലൊന്ന് വന്നിട്ട് പിന്നെ കൊടൈക്കനാൽ, അതിരപ്പള്ളി, കൊച്ചി ഒക്കെ ആയിട്ട് നേരെ തിരിച്ച് പോകാനാണ്. 2 വീക്സ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നൊരു 1-1.5 ആഴ്ച എന്ന് പറയാൻ പറ്റത്തുള്ളൂ. 2 വീക്സ് ആയിരുന്നു പ്ലാനിലുണ്ടായിരുന്നത്. പക്ഷേ ലീവുകൾ അനുവദിക്കാത്ത കാരണം എനിക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ടി വന്നു. പത്തനംതിട്ട കോന്നിയിലൊക്കെ പോയി കുറച്ച് ഊഞ്ഞാലൊക്കെ ആടി ആനയൊക്കെ കണ്ട് ഞായറാഴ്ച രാവിലെ ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ 3 പേരാണ്. എപ്പോഴും ഞങ്ങൾ ട്രിപ്പ് പോവാറ് ഞങ്ങൾ 3 പേര് ഒരുമിച്ചാണ്. കാരണം ഞങ്ങൾ 3 പേരാണ് കംഫർട്ടബിൾ, അതുകൊണ്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ പ്ലാൻ എന്ന് പറയുന്നത് റാന്നിയിൽ നിന്ന് വാഗമൺ, തേക്കടി. അപ്പോൾ അവിടെ റൂം ബുക്ക് ചെയ്തായിരുന്നു. റാന്നി, വാഗമൺ, തേക്കടി റൂട്ട് പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കാൻ കയറുന്ന സമയം ആയപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് അൽഫോൺസ് ചർച്ച് കണ്ടു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അവനൊന്ന് കയറണമെന്ന്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി. വാഗമണിൽ ഞങ്ങൾ ഒരു അഡ്വഞ്ചർ പാർക്ക് എന്നൊക്കെ പറഞ്ഞ് കയറി. പക്ഷെ ഞങ്ങൾക്കതൊരു അഡ്വഞ്ചർ ആയിട്ടൊന്നും തോന്നിയില്ല. ദൂരെ നിന്ന് ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കണ്ടിട്ട് നല്ല വെയിലായിരുന്നല്ലോ, അപ്പോൾ ജസ്റ്റ് എല്ലാം ദൂരെ നിന്ന് കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടുന്ന് നേരെ തേക്കടിയിലോട്ട് തിരിച്ചു. പോകുന്ന വഴിക്ക് പൊങ്കലിൻ്റെ പരിപാടികളൊക്കെ കണ്ടായിരുന്നു. ഞങ്ങൾ തേക്കടി എലഫൻറ്റ് ജംഗ്ഷനിൽ കയറി. അവിടെ ആനയ്ക്ക് പഴം കൊടുക്കലും പിന്നെ ആനയുടെ പുറത്ത് കയറലൊക്കെ ആയിരുന്നു. പിന്നീട് പിറ്റേന്ന് ഞങ്ങൾ കമ്പം, തേനി വഴി കൊടൈക്കനാലിലോട്ട് വിട്ടു. പോകുന്ന വഴിക്ക് മുന്തിരി ഫാമിലൊക്കെ കയറി നല്ല അടിപൊളി ഫ്രഷ് മുന്തിരി ജ്യൂസും വൈനൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പിന്നെ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ 2ാമത്തെ ദിവസം വൈകിട്ട് ഞങ്ങൾ കൊടൈക്കനാലിൽ എത്തിയിട്ടോ. പക്ഷെ അവിടെ എത്തിയപ്പോൾ നല്ല മഞ്ഞായിരുന്നു. കൊടൈക്കനാലിലോട്ട് എത്തിയത് തന്നെ ഒരു അഡ്വഞ്ചറായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. കൊടൈക്കനാലിൽ താഴെ ചുരം കയറുന്നതിൻ്റെ മുന്നേ ഒരു 2-3 ബൈക്കിൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഫോളോ ചെയ്തിട്ട് ഞങ്ങളെ അറ്റാക്ക് ചെയ്യാനൊക്കെ ശ്രമിച്ചായിരുന്നു. വണ്ടി നിർത്തിക്കാനും അറ്റാക്ക് ചെയ്യാനൊക്കെ ശ്രമിച്ചായിരുന്നു. പിന്നെ കൊടൈക്കനാലിൻ്റെ തൊട്ട് മുന്നേ ചെക്കിംഗ് ഉള്ളതുകൊണ്ട് ഈ പ്ലാസ്റ്റിക്കുകളൊന്നും അലൗഡ് അല്ലല്ലോ. അങ്ങനെ ചെക്കിങ് ചെയ്യുന്ന പോലീസ് 2 പേരുണ്ടായിരുന്നു. അവരുടെ മുന്നിൽ എത്തിയപ്പോഴാണ് ഞങ്ങൾ രക്ഷപ്പെട്ടെ. അതിനുശേഷം പിന്നീട് കൊടൈക്കനാൽ ചുരത്തിൽ ഒരു കാറുകാരൻ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എന്ത് സംഭവിച്ചാലും വണ്ടി നിർത്തത്തില്ല, ഇനി നിർത്തിയാൽ തല്ല് കൊടുത്തിട്ടേ പോരൂ എന്നുള്ള ഒരു സിറ്റുവേഷനിലൊക്കെ ആയിരുന്നു ഞങ്ങൾ വണ്ടിക്കകത്ത്. ലേക്കിൽ പോയി, പക്ഷെ ലേക്കൊന്നും മഞ്ഞ് കാരണം കാണാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ കൂഗിൾ ഏരിയയിലാണ് റൗണ്ട് ചെയ്തത്. അവിടെ സൂസൈഡ് പോയിന്റ് അതോ വ്യൂ പോയിന്റ് എന്തോ ഒന്നും ഉണ്ടായിരുന്നു. അവിടെ മുഴുവൻ മഴയായിരുന്നുകൊണ്ട് കുടയൊക്കെ എടുത്ത് വലിയ കാര്യത്തിൽ ഇറങ്ങി തിരിച്ചെങ്കിലും നല്ല സ്ലിപ്പറി ആയിരുന്നു. പോരാത്തതിന് നല്ല കാറ്റെന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തുന്ന കാറ്റ്. എന്നിട്ട് ഞങ്ങൾ അത്രയും ഇറക്കും കയറ്റവും കയറി തിരിച്ച് പകുതി റിട്ടേൺ ആയപ്പോൾ ഒരാൾ പിന്നിൽ നിന്ന് വന്നിട്ട് പറയും, അതേ ആ കാണുന്ന വീടില്ലേ, ആ വീട്ടിലേക്കാണ് ശരിക്കും കയറേണ്ടത്, അവിടെ നിന്നാണ് ഭയങ്കരമായിട്ട് ഡേഞ്ചറസ് ഉള്ള വ്യൂ പോയിന്റ് കിട്ടുകയെന്ന്. അയ്യോ, ഇത് തന്നെ എങ്ങനെ രക്ഷപ്പെട്ടോന്നറിയില്ല. അത് കഴിഞ്ഞ് വാട്ടർഫോൾസിൽ പോയി. ഇത് ഞങ്ങൾ ഗംഭീരമായിട്ട് പോയിട്ട് മോന്തിങ്ങുത്തി വീണ ഒരു സീനാണ്. ഇവൻ വീഡിയോ എടുത്തിട്ട് നേരെ പോയിട്ട് ഹമ്മേ എന്ന് ഇവിടുന്ന് ഒരു വീഴ്ച അങ്ങ് വീഴും. അത് ഞാൻ സ്ലോ മോഷൻ നല്ല ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അവൻ തിരിഞ്ഞ് നോക്കുന്ന സീനാണ്. സഹോ ഞാൻ വീണു കേട്ടോ എന്ന ഒരു സീനാണ് അത്. പക്ഷേ വേർത്തിയല്ലായിരുന്നു. വാട്ടർഫോൾസ് അത്രയ്ക്ക് ഗംഭീരമൊന്നുമല്ല. ഇതിനേക്കാൾ നല്ല ഗംഭീര വാട്ടർഫോൾസ് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലുണ്ടെന്ന് തോന്നുന്നു. വേസ്റ്റഡ് ആണ്. ഇതിൽ പൈസ ചോദിക്കും, കൊടുക്കണ്ട കേട്ടോ, ഒക്കെ പറ്റിക്കലാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് പിന്നീട് പോയത് ഗുണ കേവിൽ പോയി തിരിച്ചു വരുന്ന വഴിക്കാണ് ഞങ്ങൾ ചെറുതായിട്ടൊരു വൈൽഡ് ആനിമലിനെ കണ്ടേ. അതിനുശേഷം ലേക്കിൽ വീണ്ടും പോയി കുറച്ച് ചായയും ബജിയൊക്കെ കഴിച്ച് അലഞ്ഞു തിരിഞ്ഞ് വീണ്ടും റൂമിലേക്ക് എത്തി.
കാരണം ക്ലൈമറ്റ് ഭയങ്കര ഡേഞ്ചറസ് ആയതുകൊണ്ട് വൈകിട്ട് തിരിച്ചെത്തേണ്ടി വന്നു. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത റിസോർട്ട്. ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു റിസോർട്ട്. ഭയങ്കര ആംബിയൻസ് ആയിരുന്നു. ബാച്ചിലേഴ്സ് അലൗഡ് അല്ല, പക്ഷേ ഫാമിലീസ് മാത്രമേ അലൗഡ് ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂം. നല്ല റൂമായിരുന്നു, പിന്നെ നല്ല ഫുഡായിരുന്നു. കസ്റ്റമൈസ് ചെയ്ത ഫുഡാണ്. നമ്മൾ എന്താണോ പറയുന്നത് അത് ഉണ്ടാക്കി തരും. പിന്നെ ഞങ്ങളുടെ കുറച്ച് ക്ലിപ്സുകളാണ്. അതിനുശേഷം പിന്നീട് ഞങ്ങൾ പോയത് പഴനി, വാൽപ്പാറ, ടീ എസ്റ്റേറ്റ്, മലക്കപ്പാറ, ചെക്ക് പോസ്റ്റ്, അതിരപ്പള്ളി. അവിടെ ഞങ്ങളൊരു ഹോം സ്റ്റേ ബുക്ക് ചെയ്തായിരുന്നു. ഞങ്ങൾ അവിടെയാണ് പോയി പെട്ടത്. എന്തായാലും വഴിയെ പറയാം. പഴനി കയറി പഞ്ചാമൃതം വാങ്ങിച്ച് അവിടുന്ന് നേരെ വിട്ടു. ഡാം വ്യൂ എൻജോയ് ചെയ്ത് തേയിലത്തോട്ടം എൻജോയ് ചെയ്ത് മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് എത്തിയപ്പോൾ ചെക്ക് പോസ്റ്റ് അടച്ചു. ഞങ്ങൾ കുറച്ച് ലേറ്റായി. അങ്ങനെ ഞങ്ങൾ അവിടെ പെട്ടു. ഫുഡില്ല, റൂമില്ല. ചെക്ക് പോസ്റ്റ് അടയ്ക്കണ സമയം ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു. അതാണ് ഈ അബദ്ധം പറ്റിയത്. പക്ഷേ ഞങ്ങൾക്ക് അവിടെ ഒരു സ്റ്റേ കിട്ടി. എനിക്ക് ഫോട്ടോ എടുത്തുതരാൻ ആരുമില്ലേ എന്ന് പറഞ്ഞ് മൂങ്ങുന്ന ഒരു സീനാണിത്. ഈ 2 ചേച്ചിമാർ നടത്തുന്ന ഈ ഹോട്ടൽ ഞങ്ങൾ മറക്കില്ല. നല്ല നാടൻ ഫുഡ്. ആ സമയത്ത് ഞങ്ങൾക്ക് ആകെ കിട്ടിയ ഫുഡ് അവിടെ നിന്നായിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഹോം ഫുഡായിരുന്നു. ആരെങ്കിലും മലക്കപ്പാറ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കയറുക. നല്ല ടേസ്റ്റി ഫുഡാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ അവിടെ നിന്നും വിട്ടു. അതിരപ്പള്ളിയിലോട്ടാണ് വിട്ടത്. പക്ഷെ ഇന്നലെ രാത്രി ഞങ്ങൾ എത്തേണ്ടിയിരുന്നത് അവിടെ ഒരു ഹോം സ്റ്റേയിലായിരുന്നു. അത് ഞങ്ങൾക്ക് മിസ്സായി. മലക്കപ്പാറ സ്റ്റേ കൊള്ളില്ലായിരുന്നു. പക്ഷെ അതിരപ്പള്ളിയിൽ നമ്മൾ ബുക്ക് ചെയ്ത ഹോം സ്റ്റേക്കാർ നല്ല രീതിയിൽ സഹകരിച്ചായിരുന്നു. അവരെ കൊണ്ടാവുന്ന രീതിയിൽ അവർ ഹെൽപ്പ് ചെയ്യാനും ശ്രമിച്ചായിരുന്നു. ഹോം സ്റ്റേ മിസ്സായല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ഇപ്പോൾ പോകുന്നത് അതിരപ്പള്ളി വാട്ടർഫോൾസ് ആണ്. അത് കഴിഞ്ഞ ശേഷം എൻ്റെ തൃശ്ശൂർ, ഞാൻ ജനിച്ച് 3ാം ക്ലാസ് വരെ വളർന്ന എൻ്റെ തൃശ്ശൂർ എന്ന് പറഞ്ഞ നാട് എനിക്ക് അവിടെ കാണണം എന്ന് ഭയങ്കര ആഗ്രഹം പറഞ്ഞിട്ട് കുറേ കാലമായി, വർഷങ്ങളായി. അപ്പോൾ ഞാൻ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ അവിടെ കാണാൻ ചെന്നു. വല്ലാത്തൊരു മെമ്മറബിൾ സിറ്റുവേഷൻ ആയിരുന്നു. ഞാൻ എൻ്റെ മമ്മിക്കും ഫോൺ വിളിച്ചിട്ട് കാണിച്ചു കൊടുത്തു. മമ്മിയും ഭയങ്കരമായിട്ട് ഇമോഷണലായി. ഈ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാം. ഒരുപാടൊന്നുമില്ല, ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാം. എൻ്റെ ഡാഡിയുടെ നാടാണത്. പൗണ്ട് അവിടെയാണ് എൻ്റെ വീടുണ്ടായിരുന്നത്. ഇപ്പോൾ അവിടെ വീടില്ല, അത് എല്ലാം പോയി. ഇപ്പോൾ എന്തോ ഒരു ബിൽഡിംഗ് ഒക്കെയാണ്. പിന്നെ എൻ്റെ ഡാഡിയുടെ ജ്യേഷ്ഠന്മാരുടെ വീടുകളും ഒക്കെ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കറങ്ങിയിട്ട് ഒന്ന് കണ്ണോടിച്ച് കണ്ടിട്ട് തിരിച്ച് ഞങ്ങൾ പോന്നു. അങ്ങനെ കൊച്ചിയിലെത്തി ജങ്കാറിയിൽ കയറി ബാലൻചേട്ടൻ്റെ ചായക്കടയിലോട്ട് പോവാണ്. അവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അവിടെ പാർക്കിംഗ് ഏരിയ ഒന്നുമില്ല. അപ്പോൾ മുന്നോട്ട് കുറച്ച് പോയിട്ടുണ്ടെങ്കിൽ ഒരു ചർച്ചുണ്ട്. ചർച്ചിൻ്റെ അവിടെയാണ് ഞങ്ങൾ പാർക്ക് ചെയ്തത്. അപ്പോൾ ഇതാണ് ബാലൻചേട്ടൻ്റെ കട. ഞങ്ങൾ ഓർഡർ ചെയ്തത് ബീഫും പിന്നെ എഗ്ഗും ആയിരുന്നു. മട്ടൻ കഴിഞ്ഞായിരുന്നു. പിന്നെ അപ്പവും പൊറോട്ടയായിരുന്നു ഉണ്ടായിരുന്നത്. ഗ്രേവി എല്ലാം ഒന്നാണ് കേട്ടോ. പിന്നെ ഈ ചർച്ചിലാണ് ഞങ്ങൾ പാർക്ക് ചെയ്തത്. അപ്പോൾ ചർച്ചിലൊക്കെ ഒന്ന് ഉള്ളിലൊക്കെ ഒന്ന് കയറി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അവിടുന്ന് ഞങ്ങൾ പോയത് പിന്നെ സിനഗോഗിലേക്കാണ്. ചർച്ചിൽ കയറാൻ പറ്റിയില്ല, കാരണം ശനിയാഴ്ച ആയിരുന്നു. ചർച്ചൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. പക്ഷേ കടകളൊക്കെ സജീവമാണ്. ടൂറിസ്റ്റുകളും ഉണ്ട്. നല്ല വെയിലും ഉണ്ട്, നല്ല ചൂടും ഉണ്ടായിരുന്നു. പക്ഷേ കണ്ടുകൊണ്ട് നടക്കാൻ നല്ലൊരു ഫീൽ ആയതുകൊണ്ട് നമ്മളങ്ങ് നടന്നു. വെയിലും ചൂടൊന്നും വലിയ കാര്യമാക്കിയില്ല. ഞങ്ങൾ 3 പേരും നല്ല നല്ല രീതിയിൽ നടന്ന് എൻജോയ് ചെയ്തു. വെയിൽ കൊണ്ട് നടന്ന് എൻജോയ് ചെയ്തു. പിന്നെ കാണാൻ നല്ല ഭംഗിയാണല്ലോ. ഇവിടെ എത്തിയപ്പോൾ എന്തോ ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ വേറെ ഏതോ ഒരു ലോകത്തെത്തിയതുപോലെയാണ് തോന്നിയത്. പിന്നെ നമ്മുടെ നാടല്ലേ, അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ കൂടെ സഞ്ചരിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇന്ന് ശനിയാഴ്ചയായിരുന്നു. ഇന്ന് വൈകുന്നേരമാണ് ഞങ്ങൾക്ക് റിട്ടേൺ ടിക്കറ്റ് ബാംഗ്ലൂരിലേക്ക്. അപ്പോൾ ഇന്നത്തോടെ ഞങ്ങളുടെ ആഘോഷങ്ങളൊക്കെ തീർന്നു. ഇനി പട്ടിപ്പണിയെടുക്കാൻ ബാംഗ്ലൂരിലേക്ക് തിരിച്ചെത്തണം. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു ലാസ്റ്റ് എൻജോയ്മെൻറ്റ് മൂമെൻ്റ് ആയിരുന്നു ഫോർട്ട് കൊച്ചിയിൽ. അവിടെ അതിന് ശേഷം പിന്നീട് ഞങ്ങൾ പോയത് ബീച്ച് ഏരിയയിലൊക്കെ പോയി ജ്യൂസൊക്കെ കുടിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെണ്ടി തിരിഞ്ഞ് നടന്ന് അതിനുശേഷം ഞങ്ങൾ നമ്മുടെ ബിഗ് ബിയുടെ ഷൂട്ടിംഗ് ഏരിയയിലോട്ട് പോയായിരുന്നു.
ഞങ്ങൾ ലൊക്കേഷനൊക്കെ ഇട്ട് അങ്ങോട്ട് വണ്ടി വിട്ടു. പക്ഷെ ആ പോകുന്ന വഴിക്കൊക്കെ എനിക്ക് മനസ്സിലായത് നല്ല ഭംഗിയാണ് നമ്മുടെ നാട്. നമ്മുടെ നാടിൻ്റെ പല ഭാഗത്തും എത്തുമ്പോൾ പല ഡിഫറെൻ്റ് ബ്യൂട്ടിയാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് എറണാകുളത്തൊക്കെ സെറ്റിൽ ആവണം എന്നാണ് എൻ്റെ ഒരാഗ്രഹം. ഒരു ചെറിയ വീടൊക്കെ വെച്ച് ചെറിയൊരു ബിസിനസ്സോ ചെറിയൊരു കടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സമാധാനത്തോടെ എറണാകുളത്ത് ഒക്കെ ജീവിക്കണം എന്നാണ്, സെറ്റിലാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എന്താ ചെയ്യുക, നമുക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ബാംഗ്ലൂരിലാണ്. പിന്നെ വെച്ച് നോക്കുമ്പോൾ ബാംഗ്ലൂരിലൊക്കെ കിട്ടുന്ന അത്ര സാലറി ഒന്നും കേരളത്തിൽ കിട്ടില്ലടേ. അതാണ്, കുടുംബം നോക്കണ്ടേ. അപ്പോൾ അത് കാരണം നമ്മൾ മുന്നോട്ട് കഷ്ടപ്പെടുന്നു. ദേ നമ്മുടെ ബിലാലിൻ്റെ വീട്. ഒരുപാട് മാറ്റങ്ങളുണ്ട്. പക്ഷേ ഈ ഏരിയയിലോട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാട്ടോ. നല്ല ഭംഗിയാണ് ഈ ഏരിയ. ഈ ഷൂട്ടിങ്ങിൻ്റെ ഏരിയ മാത്രമല്ല കേട്ടോ, കൊച്ചിയിൽ ഏത് റൂട്ടിലേക്ക് പോവുകയാണെങ്കിലും ഇത്രയും നല്ല ഓൾഡ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഓരോ ഈച്ച് കോർണറും കാണാൻ നല്ല ഭംഗിയാണ്. എന്തായാലും ഞങ്ങൾ നല്ല രീതിയിൽ ട്രിപ്പ് എൻജോയ് ചെയ്തു ഈ 1 വീക്ക്. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ദിവസങ്ങളായിരുന്നു. ഇനിയും ഞങ്ങൾ പോവും എന്ന് തന്നെയാണ് പ്ലാൻ. ഇനി പോകുമ്പോൾ ഞാൻ നല്ല രീതിയിൽ വീഡിയോസൊക്കെ എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇതൊക്കെ തട്ടിക്കൂട്ട് വീഡിയോസാണ് എടുത്തത്. പിന്നെ ഞങ്ങൾ ബീച്ചിൽ ഇങ്ങനെ വന്ന് സമാധാനത്തോടെ അവസാനത്തെ എൻജോയ്മെൻ്റ് ആഘോഷിക്കുന്ന സമയത്ത് ഞങ്ങൾ ചില കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചത്, ഇവിടെ മുന്നിൽ വെള്ളത്തിൻ്റെ മുന്നിൽ ചെറുതായിട്ട് എന്തോ ഒന്ന് ഇളകുന്നത് പോലെ തോന്നി. അപ്പം ഞങ്ങൾ സൂം ചെയ്ത് ക്ഷമയോടെ നിന്നപ്പോഴാണ് ആ സംഭവം മനസ്സിലാക്കിയത്. അവിടെ കിടന്നിങ്ങനെ വട്ടം കറങ്ങുന്നത് കാണുന്നില്ലേ, അത് ഡോൾഫിനാണെന്ന് തോന്നുന്നു ഗൈസ്. ഡോൾഫിൻ, അതിൻ്റെ വാല് കാണാം കേട്ടോ, കണ്ടോ? യെസ്. അപ്പം ഞങ്ങൾ ആ വ്യൂവും എൻജോയ് ചെയ്തു. പിന്നെ പാരഗോണിൽ പോയിട്ട് ബിരിയാണി അടിച്ചിട്ട് പിന്നെ ജീവനും കൊണ്ടോടി ഫ്ലൈറ്റ് മിസ്സാവല്ലേ എന്ന് കരുതിയിട്ട്. ഈ നിപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നു ഗൈസ്? അതെ, തിരിച്ചു പോകുന്ന സങ്കടം തന്നെയാണ്. ഞങ്ങൾ ഭയങ്കര സങ്കടത്തോടെ തന്നെയാണ് തിരിച്ചു പോകുന്നത്. വീട്ടിലെത്തിയിട്ട് വീഡിയോസൊക്കെ ഇടാം. ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ എടുത്തു വച്ചായിരുന്നു, എനിക്കിടാൻ സമയം കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ്. സോ ബൈ.